ആ ഹലോ എടാ, ഞാൻ നിന്നെ ഇപ്പം അങ്ങോട്ട് വിളിക്കാതിരിക്കുന്നുണ്ടായിരുന്നു. എന്തിനാ എടാ, നിന്റെ അടുത്ത് കുറച്ച് പൈസ എനിക്ക് വേണ്ടേ? എന്ത് ഞാൻ ഒരു ഉത്തരവാദിത്തമില്ലാതെ 5000 റുപ്യ അല്ലേ? അത് ഞാൻ നിനക്ക് ഇപ്പം അയച്ചുതരാം. എൻ്റെ ഗൂഗിൾ പേ നമ്പർ പറയും. ആ ഇതന്നെയാ. ഓക്കെ. ആ ഹലോ എടാ, ഞാൻ സുനിയാന്ന്, കടൻ സുനി. എടാ, ഒരു 10,000 റുപ്യ ഉണ്ടാവോ? മറ്റേത്ര? എടാ, അർജന്റാന്ന്. ആ എടാ, എൻ്റെ ബെല്ലിച്ചന് സുഖമില്ലാണ്ട് ICUലാണ്. 90 വയസ്സായി. ഓക്കേടാ, താങ്ക്സ് ഡാ. അടുത്ത ആഴ്ച തരാട്ടാ. ഓക്കെ. എടാ ഷാജിയ, ആടെ ഇരിക്കരാ. ഞാനിവിടെ പായിരിച്ച് കിടക്ക. അതെല്ലാം വിട്. പിന്നെ പറയ്, എന്തെല്ലാം ഉണ്ട് വിശേഷം? സൂചിപ്പിക്കൊന്നും വേണ്ട. നീ തരാനുള്ള പൈസ മേടിക്കാനല്ല ഞാൻ വന്നത്. നീ എനക്കൊരു ഉപകാരം ചെയ്യണം. ഉപകാരം? അതെല്ലാം സിമ്പിൾ അല്ലേ? നീ എന്തി പറയ്, കാര്യം എന്തി? എനക്കൊരു പെണ്ണുണ്ട്. അതാണ് എന്റെ പ്രശ്നം. അതല്ല, ഓളെപ്പോഴും നടക്കുന്ന എന്തൊരു ഫ്രണ്ട് ഇഷ്ടമൊന്നിച്ചാ. ഓ, ബെസ്റ്റ്. എന്നിട്ട് ഓൾ ഓൻ്റെ ഒന്നിച്ച് കറങ്ങാൻ പഠിച്ച് ബീച്ചിലും സിനിമക്കും എല്ലായിടത്തും പോകുന്നുണ്ട്. നിന്റെ പെണ്ണ് വേറെത്തിന്റെ ഒന്നിച്ച് പോകുന്നത് നോക്കി നിൽക്കുന്നറാ പൊട്ട. അയിലാന്നൊരു പ്രശ്നം. എന്ത്? ഓള് വിഷ്ണുവിന്റെ പെണ്ണാന്ന്. അപ്പൊ നീയോ? ഞാനോള് ബെസ്റ്റി. ആ, വെരി ഗുഡ്. എന്നെ ഒന്ന് ഹെൽപ്പ് ആക്കണം. എങ്ങനെ? എങ്ങനെയൊന്നും എനിക്കറിയില്ല, പക്ഷെ സഹായിച്ചാൽ നീ തരാനുള്ള പൈസ എനിക്ക് തരണ്ട. വഴിയുണ്ട്. എല്ലാരും എത്തിയാ? ഒന്ന് തുടങ്ങുവാ, ഇനി ആരും വരാനൊന്നുമില്ല. വന്ന് ഒരുത്തനിപ്പോ ഒരു ബഹുമാനം ഇല്ലാണ്ടായി. എന്തെങ്കിലും പറഞ്ഞു ഇപ്പോ? ഒന്നുമില്ലപ്പാ, നിങ്ങൾ ചായ കുടിച്ചു വെച്ചത്. ചായയെല്ലാം നമ്മ കുടിച്ചോളാം. ഇയാളാദ്യം മാജിക് ആണ്. മാജിക്കെല്ലാം ഉണ്ട്, പക്ഷേ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങളോട്. എനിക്ക് പോയിട്ട് റീൽസ് വെക്കാനുണ്ട്. കുഞ്ചിയമ്മക്കഞ്ച് മക്കളാണ്, അഞ്ചാമനോമന കുഞ്ചുവാണ്. അങ്ങനെയാണല്ലോ അല്ലേ? പഞ്ചാര വിറ്റ് നടന്നു കുഞ്ചു, ഇഞ്ചി കടിച്ച് രസിച്ചു കുഞ്ചു. ദാ എന്തെങ്കിലും എതിർപ്പുണ്ടോ? കുക്കുരുകുക്കുറുക്കൻ ചക്കര കണ്ടു കൊതിച്ചു. പണ്ടൊരു കാട്ടിനുള്ളിൽ. എന്താ ഇതും പറയാനുണ്ടോ? ഉണ്ടോ? നാനടിച്ചാ താങ്കാൻ മാട്ടെ, 4 മാസം തൂങ്ങാൻ മാട്ടെ എന്നും ഉണ്ടാവും. ചൂടാലപ്പാ, തമാശ പറഞ്ഞില്ല. ഞാൻ വേറൊരു മാജിക് കാണിച്ചുതരാം. 1നും 3നും ഇടയിലുള്ള ഒരു സംഖ്യ വിചാരിച്ചേ. വിചാരിച്ചു. 2 അല്ലേ? അയാൾ തലമണ്ടക്കെന്നെ കൊടുക്കടാ. ഇതൊന്നും അല്ലാന്ന്, മറ്റേ സ്വപ്നത്തിലത്തെ മാജിക് കാണിക്ക്. അയ്യോ, അത് പറ്റില്ല. ധർമ്മേന്ദ്ര തത്വമസി. ഒരു തേങ്ങ അറിയില്ല. പിള്ളേരെ അങ്ങനെ പോലപ്പാ, എന്റെ ഇപ്പൊ കിടലായിട്ടുണ്ട്. അതുകൂടി കളിച്ച് പോയാ മതി. പോയാ പോട്ട്. യൂട്യൂബ് നോക്കിയിരുന്ന ആളെ പുതിയൊരു മാജിക് കണ്ടെത്തണം. എന്നിട്ട് പിള്ളേരോട് 100 ഉപ്പി മേടിക്കണം. ഇത് മതി. ഓ, സുനി, കടം സുനി. എന്താ? ഒന്നുമില്ല, ഇപ്പൊ ഇങ്ങനെ പോന്ന്. നിന്നെ കിട്ടാൻ്റെത്. നീ എനിക്ക് ഒരു 50 റുപ്യ തരാനുണ്ടല്ലോടാ. പൈസ എന്തരാല്ലോ? എനിക്ക് പോയേ അത് മനസ്സിൽ വെച്ചിരിക്കുന്ന. നീ കയ്യിന്ന് വിട്. എന്താ കാര്യം? നമുക്ക് രണ്ടാക്കും ഉപകാരമുള്ളൊരു കേസുണ്ട്. പൈസ. ഇപ്പോഴൊന്ന് ഉഷാറായത്. എടാ പാടാ പാടിരിക്കാ. സാറേ, ഇത് ഷാജി, എന്റെ ചങ്ങായിയാണ്. ഒന്ന് ചെറിയൊരു പ്രശ്നമുണ്ട്. ചീക്കു സാറൊന്ന് ശരിയാക്കി കൊടുക്കണം. പൈസ ഒന്നൊരു വിഷയമല്ല.
അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. സംഗതി അല്പം ഡേഞ്ചറാണ്, പക്ഷെ ശരിയാക്കാം. സുനി എനിക്ക് ഓള് വേണോടാ. എടാ നിനക്കെന്നടാ ഓള്. അതുപോലെ എനിക്കത് മതി. സംഗതി മെന്റലിസാണ്. നിന്റെ ആഗ്രഹം സ്വപ്നത്തിൽ നടക്കും, പക്ഷെ ജീവിതത്തിൽ നടക്കാൻ 90% ചാൻസ് ഉണ്ട്. അതാണ് ബെഞ്ചിങ്. അത് നിന്റെ പണി, അത് നീ തന്നെ ചെയ്യണം. ഇപ്പൊ നിന്റെ ആഗ്രഹം ഞാൻ സ്വപ്നത്തിൽ കാണിച്ചു തരാം. സ്വപ്നത്തില് എനക്കോള് വേണം, അത്രേ ഇല്ലു. അത്രയില്ലു. ആ ഇരിക്കൂ. ഒന്ന് കിടന്നേ. അലി വേണ്ട, അലി വേണ്ട, കിടന്നോ. വേണ്ട 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 വേണ്ട, ഇരുന്നോ ഇരുന്നോ. തല ഒന്ന് താഴ്ത്തി. ഞാൻ 3 വട്ടം ഞെട്ടു. അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കൊള്ളണം. 1 2 3. എടാ ഉറങ്ങടാ, ഉറങ്ങ്. നിന്നോടല്ലേ പറഞ്ഞു ഉറങ്ങാൻ. ഇനി 3 വട്ടം ഞെട്ടുമ്പോഴത്തേക്ക് ഉറങ്ങിക്കൊള്ളണം. 1 2 3. ഇനി നിന്റെ ആഗ്രഹം പോലെ ആ പെണ്ണ് നിന്റേതായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ എന്ത് ചെയ്യാൻ? ആ ഫോണിന്ന് വെക്കോ, കൊറേ സമയമല്ലോ. അത് പിന്നെ ഇതെന്തിനാ എനക്ക്? ആ ഫോൺ നീ എടുത്തോ. അപ്പൊ ഈ നമ്പറോ? അത് ഓളെ നമ്പറാണ്. അപ്പൊ ഓളോ? ഓളെ നീ എടുത്തോ. എന്നാ നിന്റെ സ്ഥലം എനിക്ക് തരുമോ? ഒരു 2 കോടി രൂപ തരുമോ? കക്കൂസായിട്ടാനാണ്. 2 കോടി അയച്ചിട്ടുണ്ട്, ഗൂഗിൾ പേയിൽ അയച്ചത്. അത് നീ എടുത്തോ. ഇത് സത്യമാണോ? അല്ല, ഇതാണ് മെന്റലിസം. ഇപ്പൊ മോന്റെ ആഗ്രഹം സത്യമായല്ലോ. അല്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. അല്ല അല്ല ഞാൻ അതല്ല, വിളിക്കാം. അല്ല, അല്ല, പൈസ പിന്നെ അയച്ചാൽ മതി. അതന്നെ. ഓക്കെ ഓക്കെ. അതല്ല. ഒന്നും ആലോചിക്കില്ല, പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ. അപ്പൊ ഈ പിള്ളേരെല്ലാം പറയുന്നവരെ ചീക്കു സാർ ഒരു സംഭവം തന്നെ അല്ലേ? എന്ത് ചെയ്യാൻ, ഞാനൊരു കഴിവേറിയായി പോയില്ലേ. ചീക്കു സാറേ, നമുക്കിതൊരു ബിസിനസ് ആക്കി മാറ്റിയാലോ? എങ്ങനെ? അതെല്ലാം ഉണ്ട്, പക്ഷെ ഒരു ബിസിനസ് ആകുമ്പോ നമുക്ക് നല്ലൊരു പേര് വേണം. മെന്റൽ ചീകു അല്ല അല്ല അങ്ങനെയല്ല, മെന്റലിസ്റ്റ് ചീകു അങ്ങനെ ഉദ്ദേശിച്ചു. അപ്പൊ കൊടുകൈ. അല്ലെങ്കിൽ ഇത് വേണ്ട, ഈ പേരിലൊരു പഞ്ചില്ല. മെന്റലിസ്റ്റ് തിരുമേനി, ഇത് മതി. പട്ടപ്പകലിൽ നീ പെട്ടിയെടുത്തിറങ്ങിക്കോ, പെട്ടി തുറന്നിട്ട് ആളുകളെ നിരത്തിക്കോ, മുന്നിൽ നിന്നവരെ കണ്ണടച്ച് കിടത്തിക്കോ, കണ്ണിൽ1000 കനവത് നിരത്തിക്കോ, കണ്ട കനവൊക്കെ നിജമെന്ന് വരുത്തിക്കോ, നിലച്ചു വെച്ചതെല്ലാം സ്വയം അങ്ങ് മുടിച്ചിക്കോ, കനവിലിരുന്നിന്റെ ചില്ലറകൾ വാരിക്കോ, ചില്ലറ മാറി നീ നോട്ട് കെട്ട് അടുക്കിക്കോ, കുറ്റബോധമില്ല തുടർക്കഥ വഞ്ചന, കഷ്ടകാലമില്ല ഇനിയുമില്ല യാതന, ദുഃഖഭാരം പേറി വഴുതിരഞ്ഞു വന്നതാ, തൊട്ടുവാരി കൂട്ടി വഴുതെളിച്ചു പോയതാ.